ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ഫോറിൻ ലാൻഡ്സ് എഴുതിയിരിക്കുന്നത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. ഒരു പോമിൻ്റെ സമ്മറിയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ പാഠഭാഗത്തിലെ എല്ലാ ആക്ടിവിറ്റീസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് എഴുത്തുകാരൻ്റെ പ്രൊഫൈലാണ്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. ഹീസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ക്ലാസിക് ലൈക്ക് ട്രഷർ ഐലൻഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. Stevenson was born in 1850 in Edinburgh, Scotland. His writing style was engaging and imaginative. Stevenson continued to write until his death in 1894. അപ്പോൾ അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, ട്രാവൽ റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരു പോയറ്റുമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്സ് ഏതാണ്? ട്രഷർ ഐലൻഡാണ്. ക്ലാസിക്സ് ഏതാണ്? ട്രഷർ ഐലൻഡാണ്. പിന്നെന്താണ്? അദ്ദേഹം ജനിച്ചത് എഡിൻബർഗ്, സ്കോട്ട്ലാൻഡിലാണ് 1850. അദ്ദേഹം മരണപ്പെട്ടത് 1894. ഓക്കെ, ഇനി നമുക്ക് സമ്മറി നോക്കാം. The poem describes a child's imaginative adventure while climbing a cherry tree. From the tree's height, the child sees nearby gardens, roads with people, and a river reflecting the sky. They imagine exploring further, envisioning the river flowing into the sea and roads leading to a magical fairyland where toys come alive. The poet captures the child's curiosity and sense of wonder about the world beyond their own. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ പോമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഇമാജിനേഷനിൽ, അല്ലേ, ഇമാജിനേഷനിൽ ആ കുട്ടി ഒരു ചെറിയ ട്രീയുടെ മുകളിലേക്ക് കയറുമ്പോൾ ആ കുട്ടിക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്, അത് നറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോം പോകുന്നത്, അല്ലേ. ആ ട്രീയുടെ ഹൈറ്റിൽ നിന്ന് ആ കുട്ടിക്ക് അടുത്തുള്ള ഗാർഡനും പൂന്തോട്ടവും റോഡും അവിടെയുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ അവിടെയുള്ള നദിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ. ആ നദിയിൽ ആ സ്കൈൻ്റെ റിഫ്ലക്ഷൻ വരെ ആ കുട്ടിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്, അതിൽ നിന്ന് ആ ഒരു ചിന്തയിൽ നിന്ന് ആ കുട്ടി കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണ്. എന്താണ്, കാണുന്ന നദിയൊക്കെ ഒഴുകി എവിടേക്ക് എത്തിച്ചേരുന്നുണ്ടാവും? നമ്മുടെ കടലിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ റോഡൊക്കെ നീണ്ടു പോയിട്ട് ഒരു അത്ഭുത ലോകത്തേക്ക് എത്തുന്നുണ്ടാവും. അവിടെ എന്താണ്, അവിടെ ടോയ്സൊക്കെ, കളിപ്പാട്ടങ്ങൾക്കൊക്കെ അവിടെ ജീവൻ വെക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിറ്റ് എന്താ പറയുന്നത്? ആ കുട്ടിയുടെ ക്യൂരിയോസിറ്റി, ആ കുട്ടിക്ക് പല കാര്യങ്ങളും അറിയാനല്ലേ, ഒരു അത്ഭുത ലോകം ഉണ്ടാവുമെന്ന് അത് അതിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ നദികളൊക്കെ കടലിലേക്ക് എത്തുമെന്ന് അത് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നാൽ അതിന് ഈ ഒരു ലോകമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്, അതൊക്കെയാണ് പോയിറ്റ് ഈ പോയമിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന കാഴ്ചകൾക്ക് അപ്പുറം അവരൊരു കാഴ്ച കാണുമ്പോൾ അവരിലുണ്ടാവുന്ന ആ ഒരു ആവേശം, അല്ലേ, ആ അത്ഭുതമൊക്കെയാണ്, വണ്ടറൊക്കെയാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയൊരു സമ്മറി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്? എന്താണ് പോയിറ്റ് ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The poet means that from the cherry tree, the child can see far beyond their own surroundings, exploring new and different places. അല്ലേ, പോയിറ്റ് എന്താ പറയുന്നത്? ആ ചെറിയ ട്രീയുടെ മുകളിലിരുന്ന് നോക്കുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സ്, നമ്മൾ വീട്ടിലിരുന്നാൽ, ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നാൽ എന്താ കാണുന്നത്? വീടിൻ്റെ ആ ചുറ്റുവട്ടവും വീടിൻ്റെ മുറ്റും, ഏറിപ്പോയാൽ അപ്പുറത്തെ വീട് കൂടി കാണാം, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഒരു മരത്തിൻ്റെ മുകളിൽ കയറുമ്പോഴെന്താണ്, കാണാത്തതായ പല കാര്യങ്ങളും അവർക്ക് കാണാൻ പറ്റും, അല്ലേ. അപ്പുറത്തെ ഗാർഡനോ പുതിയ സ്ഥലങ്ങളോ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് പറയുന്നത് ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്. താൻ കാണുന്ന സ്ഥിരം കാഴ്ചകൾക്ക് അപ്പുറം ഒരു ലോകം കാണുന്നതിനാണ് അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: ഹൗ വാസ് എ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? എങ്ങനെയാണ് ആ കുട്ടിക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്? ദ ചൈൽഡ് വാസ് ഏബിൾ ടു സീ ഔട്ട്സൈഡ് വേൾഡ് ആസ് ദേ ഗോട്ട് എ ബെറ്റർ വ്യൂ ക്ലൈംബിങ് ഓവർ ദി ചെറി ട്രീ. എങ്ങനെയാണ് ആ ചെറി ട്രീയുടെ മുകളിലേക്ക് കയറിയപ്പോൾ കുറച്ചുകൂടി നന്നായി, അല്ലേ, ഒരു തടസ്സവുമില്ലാതെ പല കാര്യങ്ങളും അവന് കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു ഇതുവരെ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയെന്ന് പറയുന്നത്, അല്ലേ. നിങ്ങൾ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അകലേക്ക് വരെ കാണാൻ പറ്റും, അല്ലേ. നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, കേട്ടോ. വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? ആ കുട്ടി ആ മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് കണ്ടത്? ഫ്രം ദ ട്രീ ദ ചൈൽഡ് സോ ദി നെക്സ്റ്റ് ഡോർ ഗാർഡൻ, റോഡ്സ് വിത്ത് പീപ്പിൾ, എ ഡിംപ്ലിംഗ് റിവർ ആൻഡ് മെനി പ്ലസന്റ് പ്ലേസസ്. ആ കുട്ടി ആ ട്രീയുടെ മുകളിൽ നിന്നുകൊണ്ട് എന്താ കണ്ടത്? അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തുള്ള ഗാർഡൻ, പൂന്തോട്ടം കണ്ടു, അവിടെയുള്ള പൂക്കൾ കണ്ടു,
റോഡ്സ് വിത്ത് പീപ്പിൾ അല്ലേ, റോഡിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടു. ഡിംപ്ലിംഗ് റിവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനക്കം ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഡിംപ്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ല പീസ്ഫുള്ളായിട്ട് ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദി കണ്ടു. അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു പല സന്തോഷം നൽകുന്ന കാഴ്ചകളും ആ കുട്ടി കണ്ടു. ഓക്കെ, 4ാമത്തെ ചോദ്യം, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? The poet says that the river is sky's blue looking glass because the river reflects the blue sky, creating a mirror like effect. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് റിവർ ആ ഒരു സ്കൈയിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? കാരണം എന്താണ്, ആ റിവറിലേക്ക് നോക്കുമ്പോൾ, നദിയിലേക്ക് നോക്കുമ്പോൾ ആ മുകളിലുള്ള ആകാശത്തിൻ്റെ ആകാശമാണ് നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുഖമല്ലേ കാണുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ എന്താ വരുന്നത്? ആകാശമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെള്ളത്തിലേക്കാണെങ്കിലും നമുക്ക് കാണുന്നത് ആകാശത്തെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആകാശത്തിൻ്റെ കണ്ണാടിയായി, മിററായി നമ്മൾ റിവറിനെ പറയുന്നത്. ഓക്കെ, 5ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? എന്താണ് ആ ഗ്രോൺ അപ്പ് റിവർ അല്ലേ, വലുതായ റിവർ എന്നുള്ള ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The poet means that as the river flows further, it grows wider and bigger, eventually leading into the sea. എന്താ പറയുന്നത്? റിവർ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അത് എന്തിലേക്കാണ് ചെന്നെത്തുന്നത്? അത് വലിയൊരു സീയിലേക്ക്, കടലിലേക്കാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കാണുന്ന റിവറല്ല, അതങ്ങ് എത്തുമ്പോഴേക്കും നല്ലോണം വലുതാവുന്നുണ്ട് എന്നാണ്, മാറുന്നുണ്ട്, ഒരു കടലായിട്ട് മാറുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 6ാമത്തെ ചോദ്യം, ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? എങ്ങനെയാണ് ആ കുട്ടിക്ക് സീയും ഷിപ്പും ഒക്കെ കാണാൻ പറ്റിയത്? ദ ചൈൽഡ് ഇമാജിൻസ് ദാറ്റ് ഇഫ് ദേ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ദേ വുഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്പ് ഫോർ ദി റിവർ ഫ്ലോസ് ഇൻ ടു ഇറ്റ് അല്ലേ. എന്താ പറയുന്നത്? ആ കുട്ടി ഇപ്പം നിൽക്കുന്ന ഒരു ചെറിയ ട്രീയുടെ മുകളിലാണ് അല്ലേ. ഈ ചെറിയ ട്രീനേക്കാളും വലിയൊരു ട്രീയുടെ മുകളിലാണ് ഞാൻ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ കാഴ്ചകൾ കാണാൻ സാധിച്ചേനെ. അതുപോലെ തന്നെ സീയും ഷിപ്പും അല്ലേ. ഇപ്പോൾ റിവറാണ് കാണുന്നത്, ഇപ്പോൾ ആ ചെറിയ ട്രീയുടെ മുകളിൽ നിന്ന് എനിക്ക് റിവറെ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു വലിയ മരമായിരുന്നെങ്കിൽ എനിക്കൊരു കടൽ കാണാൻ പറ്റിയിരുന്നു, ആ കടലിലുള്ള ഷിപ്പുകളും ഒക്കെ കാണാൻ പറ്റിയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ആ നദി എത്തിച്ചേരുന്ന ആ കടൽ കാണാൻ പറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഡസ് എ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? ആ അത്ഭുത ലോകത്തെത്തിയിട്ട് എന്തൊക്കെ കാണാമെന്നാണ് ആ കുട്ടി വിചാരിക്കുന്നത്? ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് എ മാജിക്കൽ വേൾഡ് ഇൻ ഫെയറി ലാൻഡ് where all the children dine at 5 and all the playthings come alive. ആ ഫെയറി ലാൻഡിൽ എന്താണ്, 5 മണിയാകുമ്പോഴേക്കും കുട്ടികൾ അവരുടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ടോയ്സും അവർക്ക് ജീവൻ വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെയറി ലാൻഡാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത്. വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? എപ്പോഴാണ് പ്ലേ തിങ്സിന് ജീവൻ വയ്ക്കുന്നത്? പ്ലേ തിങ്സ് കം അലൈവ് ഇൻ ദ മാജിക്കൽ വേൾഡ് ഓഫ് എ ഫെയറി ലാൻഡ് അക്കോർഡിംഗ് ടു ദ ചൈൽഡ്സ് ഇമാജിനേഷൻ. എങ്ങനെയാണ് ആ ഫെയറി ലാൻഡിലെ ആ അത്ഭുത ലോകത്തെത്തുമ്പോഴാണ് ആ പാവകൾക്കൊക്കെ ജീവൻ വയ്ക്കുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ്? ആ കുട്ടിയുടെ ഇമാജിനേഷൻ, ആ കുട്ടിയുടെ മനസ്സിലുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. 8 ചോദ്യങ്ങൾ വരുന്നത്. അടുത്തത് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ട്രീ. ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. കുട്ടി എന്താണ് ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ആ കാഴ്ചകൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ഫ്രം ദ ടോപ്പ് ഓഫ് ദി ട്രീ ദ ചൈൽഡ് സീസ് എ നിയർ ബൈ ഗാർഡൻ വിത്ത് ഫ്ലവേഴ്സ്, പീപ്പിൾ വാക്കിംഗ് ഓൺ ദ റോഡ്സ്, എ ജെന്റ്ലി ഫ്ലോയിങ് റിവർ ആൻഡ് മെനി അതർ പ്ലെസൻറ്റ് പ്ലേസസ്. എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു പൂന്തോട്ടം, അതിൽ നിറയെ പൂക്കൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ മനുഷ്യന്മാർ റോഡിൽ കൂടെ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഒരു ശാന്തമായി ഒഴുകുന്ന ഒരു നദി കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റനവധി ഇങ്ങനെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളും ആ കുട്ടി അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. Okay, have you ever tried to look into the street from a tree or top of a building? If you have, what did you see? If you haven't, what do you expect to see? നിങ്ങൾ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ അകലേക്ക് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അകലേക്ക് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കണ്ടത്? ഇനി നോക്കിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ പറയുന്നത്
ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാണും എന്നാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രം എ ട്രീ ഓർ റൂഫ് ടോപ്പ് ഇൻ അവർ വില്ലേജ്, ഞങ്ങളുടെ വില്ലേജിലെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മേൽഭാഗത്ത് നിന്നോ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം എന്നാണ് പറയുന്നത്? ഐ വുഡ് സീ ഗ്രീൻ ഫീൽഡ്സ്, ഇങ്ങനെ പച്ച നിറഞ്ഞ് കിടക്കുന്ന പാടങ്ങൾ കാണാൻ പറ്റും. ഫാമേഴ്സ് വർക്കിംഗ്, അവിടെ വർക്ക് ചെയ്യുന്ന കർഷകരെ കാണാൻ പറ്റും. കാറ്റിൽ ഗ്രേസിങ്, പശുവും ആടും ഒക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാം. ആൻഡ് ഹോംസ് വിത്ത് ടൈൽഡ് റൂഫ്സ്, ടൈൽഡ് റൂഫ്സ് എന്ന് പറഞ്ഞാൽ ഓടിട്ട വീടുകൾ കാണാൻ പറ്റും. സറൗണ്ടഡ് ബൈ ബിഗ് ട്രീസ്, അവർക്ക് ചുറ്റും ആ വീടിന് ചുറ്റുമൊക്കെ വലിയ വലിയ മരങ്ങളുണ്ടാവും. ദ സീൻ വുഡ് ബി പീസ്ഫുൾ വിത്ത് വാം സൺലൈറ്റ് ആൻഡ് മേ ബി എ പോണ്ട് ഓർ റിവർ സ്പാർക്ലിംഗ് ഇൻ ദ ഡിസ്റ്റൻസ്. ആ സീൻ, ആ കാഴ്ച തന്നെ എന്താണ്, ഭയങ്കര പീസ്ഫുൾ, ശാന്തത നിറഞ്ഞതായിരിക്കും. സൂര്യൻ്റെ വെളിച്ചവും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഒഴുകുന്ന നദിയോ അല്ലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് ഒഴുകുന്ന നദിയോ പോണ്ടോ ഒക്കെ അവിടെ ഉണ്ടാവും, ഒരു കുളമോ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഇൻ ദ ഫ്രം ദ പോം. പോമിൽ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? വേർഡ്സ് ട്രീ ആൻഡ് മീ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ഈ എന്ന് പറയുന്ന ഒരു സൗണ്ടിലാണ് ട്രീയും മീയും എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാൻഡ്സ്, ലാൻഡ്സ് അല്ലേ, ഹാൻഡ്സും ലാൻഡ്സും എൻഡ് ചെയ്യുന്നത് എന്താണ്? അതുപോലെ തന്നെ റൈമിങ് ആയിട്ടുള്ള വേർഡ്സാണ്. ഓക്കെ, കണ്ടോ, ട്രീ മീ രണ്ടും എൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ എന്ന് പറയുന്ന ഒരു സൗണ്ടിലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരേ ശബ്ദത്തിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേൽ നോക്കിയേ, ഹാൻഡ്സ്, ലാൻഡ്സ്, കണ്ടോ, അതും ഒരേ രീതിയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന ലൈൻസിനെ നമ്മൾ റൈമിങ് വേർഡ്സ് എന്നാണ് പറയുക കേട്ടോ. റൈമിങ് വേർഡ്സ് എന്തിനാണ്? ആ ഒരു പോം വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു താളം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു അട്രാക്ഷനൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ്. ഐഡൻറ്റിഫൈ ദ റൈമിങ് വേർഡ്സ് ഫ്രം ദ പോം ആൻഡ് സർക്കിൾ ദം. ഇതുപോലെ ബാക്കിയുള്ള റൈമിങ് വേർഡ്സ് പോത്തിൽ നിന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്, സർക്കിൾ ചെയ്യാൻ പറയുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫ് ആദ്യത്തെ സ്റ്റാൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ ലൈ, ഐ കണ്ടോ, അത് റൈമിംഗ് ആണ്. മോർ, ബിഫോർ, അത് റൈമിംഗ് ആണ്. കണ്ടോ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇത് പെയറായിട്ട് എഴുതാം. പിന്നെ എന്താണ് റൈമിംഗ് വേർഡ്സ്? ഏതാണ്? പാസ്, ഗ്ലാസ്. പിന്നത്തെ ഏതാണ്? ഡൗണ്, ടൗണ് കേട്ടോ. അപ്പോൾ അത് റൈമിംഗ് വേർഡ്സ് ആണ്. പിന്നെ വരുന്ന റൈമിംഗ് വേർഡ്സ് ട്രീ, സീ, സ്ലിപ്സ്, ഷിപ്സ്. വരുന്ന റൈമിംഗ് വേർഡ് ഹാൻഡ്, ലാൻഡ്, 5, ലൈവ്. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് ചെയ്തതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ലുക്ക് അറ്റ് ദി അബോവ് സ്റ്റാൻസ അഗൈൻ. ഈ ഒരു സ്റ്റാൻസ നിങ്ങളോട് വീണ്ടും ചോദിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ റൈം സ്കീം ഏതാണെന്നാണ് പറയുന്നത്? AABB ആണ് റൈം സ്കീം എന്ന് പറയുന്നുണ്ട്. ട്രീ, മീ ഒരേപോലത്തെ റൈമിംഗ് ആണ് വരുന്നത് അല്ലേ? ട്രീയും മീയും ഒരേപോലത്തെ റൈമിംഗ് ആണ്. അപ്പം നമ്മൾ അതിന് A എന്ന് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ൻസ് എന്നാണ് കണ്ടോ. ഹാൻഡ്സ്, ലാൻഡ്സ്, അത് വേറെ ഒരു റൈമിംഗ് അല്ലേ, അപ്പോൾ B വന്നു. ഇനിയും ഇതുപോലെ തന്നെ ട്രീ, മീ എന്നാണ് താഴെ വന്നിരുന്നെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? A എന്ന് തന്നെ കൊടുക്കും. കണ്ടോ, ഇവിടെ കൊടുത്ത അതേ തന്നെ കൊടുക്കും. അല്ല, ഇനി വ്യത്യസ്തമായിട്ടാണ് വന്നെങ്കിൽ നമ്മളവിടെ എന്ത് കൊടുക്കും? C എന്ന് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ റൈമിംഗ് വേർഡ് ചോദിക്കുന്നുണ്ട്. എന്താണ്? ലൈ, ഐ ഒരേപോലെ അല്ലേ, അപ്പോൾ A കൊടുക്കും. പിന്നെ എന്താ? മോർ, ബിഫോർ. അപ്പോൾ AABB ഇവിടെ വരുന്ന റൈം സ്കീം AABB ആണ് റൈം സ്കീം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു പോമിൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള എന്താണ്? എബ്രോഡ്, ഫോറിൻ. വവ്വൽ ഏതൊക്കെയാണ്? AEIOU ആണ് വവ്വൽ. അതേ സെയിം വവ്വൽ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എസൊണൻസ് എന്ന് പറയാം. അപ്പോൾ എസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് റിപ്പീറ്റേഷൻ ഓഫ് വവ്വൽ സൗണ്ട് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ പ്ലീസിങ് റിത്തമെറ്റിക് ഇഫക്റ്റ് ഇൻ ലൈൻ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് എ ബ്രൗൺ കൗ. അവിടെ ഏതാണ് വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? ഹൗവിലോ ഉണ്ട്, നൗവിലോ ഉണ്ട്, ബ്രൗണിലോ ഉണ്ട്, കൗവിലോ ഉണ്ട്. അപ്പോൾ അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ആ സൗണ്ട് ഏതാണ്? O ആണ്. അപ്പോൾ അതാണ് അവിടുത്തെ അസനൻസ് വരുന്നത്. അതർ എക്സാമ്പിൾസ് ഫോർ അസനൻസ് ഫ്രം ദ പോം. ആ പോമിൽ ഇതുപോലെയുള്ള അസനൻസ് നിങ്ങളോട് കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട്. നമ്മുടെ പോമിൽ അങ്ങനെ വരുന്ന അസനൻസ് സൗണ്ട്സ് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദി ഫോളോയിങ് ലൈൻസ്. And many pleasant places before that I had never seen before. Pleasant places അല്ലേ? പ് എന്നുള്ളൊരു സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരുമിച്ച് ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ആലിട്രേഷൻ എന്ന് പറയുന്നത്.
Alliteration എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് എൻ ഇനീഷ്യൽ സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന രണ്ട് വേർഡ്സ് അതിൻ്റെ ഫസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ആലിട്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെറ്റി ബോട്ട് സം ബട്ടർ. ബ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ സെഡ് ദിസ് ബട്ടേഴ്സ് ബിറ്റർ. അവിടെയും ബ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? അതിനെ നമുക്ക് ആലിട്രേഷൻ എന്ന് പറയാം. മോർ എക്സാമ്പിൾസ് ഓഫ് ആലിട്രേഷൻ ഫ്രം ദി ഫോളോയിങ് സ്റ്റാൻസ് ആണ്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ആ ഒരു ലൈനിൽ ഡ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഏതിലൊക്കെയാണ്? ഡസ്റ്റിയിലും ഡൗണിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. ട സൗണ്ട് ട്രാമ്പിങ്ങിലും ടൗണിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫാദർ ആൻഡ് ഫാദർ ഐ ഷുഡ് സി. ഫാദർ ആൻഡ് ഫാദർ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.